ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കപ്പ ബിരിയാണി കേട്ടോ, കപ്പയും ബീഫും കൂടി ഇട്ടിട്ടുള്ളൊരു ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ യൂസ്ക ബീഫ് മുറിച്ച് തരുന്നുണ്ട്. യൂസ്ക ഉണ്ടായ ദിവസമാണ് കേട്ടോ ബീഫ് മുറിച്ച് തന്നപ്പോൾ ഞാനെന്താക്കി, കപ്പ നന്നാക്കി, യൂസ്ക ബീഫ് നന്നാക്കിട്ടോ, ബീഫ് മുറിച്ച് തന്നിട്ടോ. അതൊക്കെ മുറിച്ച് തന്നതിൻ്റെ ശേഷം ഞാൻ അതിലെന്താക്കിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുക്കറിൽ എന്താണ് കപ്പൻ്റെ പെട്ടാൽ ശരിയാവില്ലല്ലോ, അങ്ങനെ തലങ്ങും ബലങ്ങൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് എല്ലും പിന്നെ എല്ലാണല്ലോ നമുക്ക് ബീഫ് പിന്നെ കപ്പയിലിട്ടിട്ട് വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ തിരഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം അടുപ്പത്ത് വെച്ചപ്പോൾ യൂസ്കാറിന് ജ്യൂസ് അടിച്ചുകൊണ്ടായിരുന്നപ്പോൾ 2 നാരങ്ങ എടുത്തിട്ട് എന്തെങ്കിലും വെള്ളം കലക്കി കൊണ്ടുവന്നപ്പോൾ 2 നാരങ്ങ ഉണ്ടായിട്ടോ, അതെടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ മക്കളെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവരും സപ്പോർട്ടീവ് തന്നെയാണ്. ആര് കാണുമ്പോഴും പറയുന്നുണ്ട് വീഡിയോ നല്ലതുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോ കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകുന്നുണ്ട്, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട് കേട്ടോ. അവന് ജ്യൂസൊക്കെ അടിച്ച് ജ്യൂസ്കാർക്ക് ജ്യൂസെല്ലാം കൊടുത്താകുമ്പോഴത്തേക്ക് ഞാനും കുടിച്ചിട്ടോ ഇരുന്നിട്ട്. പിന്നെ അവിടെ ബീഫ് അവിടെ കടന്ന് വേവുകയല്ലേ, കപ്പയും മുറിക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ജ്യൂസ് കുടിക്കുക. ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച്, കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ട്, അതിന് കുട്ടികളുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പത്തിന് ഇത് ഏത് ദിവസം ചെയ്ത് ഓർമ്മയില്ല. പിന്നെ ബീഫ് വെന്ത് കേട്ടോ, വെന്ത് പിന്നെ ഉള്ളി ഇതൊക്കെ വാട്ടിയപ്പോഴത്തേന് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി ചതക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പേസ്റ്റാക്കിയിട്ട് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാൻ പറ്റും. തക്കാളി ഇടണമെങ്കിൽ ഇട്ടാൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ഇറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ നെയ്യ് കുറവായിരുന്നു. അങ്ങനെ പിന്നെ കപ്പ അതേ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് വേറെ പാത്രത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അത് നല്ലോണം ഇട്ട് ഇളക്കി. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ. പിന്നെ കുറച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പ ഏതാ അറിയോ, ഞാൻ യൂസ്ക വന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മേലെ കൂടി ലേസം കൂടി ഉള്ളിയും ചെറിയ ഉള്ളിയില്ലേ, ഇത് യൂസ്കാൻ്റെ ഡെക്കറേഷൻ കേട്ടോ. മല്ലിച്ചപ്പും ചെറിയ ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. കട്ടൻ ചായക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് ആക്കിയതാണ് കേട്ടോ. കട്ടൻ ചായക്ക് കൂട്ടാൻ അടിപൊളിയാണല്ലോ. ഇവിടെ കുട്ടിയേക്കായാലും എനിക്കായാലും ഇങ്ങനെ ഇഷ്ടം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.